കേരളത്തോട് സംഘപരിവാർ നടത്തുന്ന അവഗണന കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യ കപ്പിൽ കേരളത്തിന്റെ അഭിമാനമായ സഞ്ജു സാംസണ് കൂടി നേരിടേണ്ടതായിട്ട് വന്നു. ഇപ്പോ BCCIയും ICCI ഉൾപ്പെടെ സകലതും സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണല്ലോ. എവിടെയൊക്കെ അവർക്ക് അവസരം കിട്ടുന്നോ അവിടെയെല്ലാം കേരളത്തെ പരമാവധി അവഗണിക്കുക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വേണം ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിൽ സഞ്ജു സാംസണിനോട് കാട്ടിയ അവഗണന എന്ന് പറയേണ്ടി വരികയാണ്. ഇന്നലെ മത്സരം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് അഭിഷേക് ശർമ്മ നൽകിയത്. 10 ഓവറിൽ 91 റൺസിന് മേൽ അടിച്ചതിന് ശേഷം പൊടുന്നനെ ഇന്ത്യക്ക് മുൻനിര 3 വിക്കറ്റുകൾ നഷ്ടപ്പെടുകയാണ്. അത് അഭിഷേക് ശർമ്മ റൺഔട്ട് ആകുന്നുണ്ട്. സൂര്യകുമാർ യാദവ് പെട്ടെന്ന് ഔട്ടാകുന്നു. അതിനുശേഷം 4-ാം നമ്പർ സ്ഥാനത്ത് തിലക് വർമ്മ വരുന്നുണ്ട്. സാധാരണഗതിയിൽ തിലക് വർമ്മയ്ക്ക് ശേഷം ബാറ്റ് ചെയ്യാൻ വരേണ്ടിയിരുന്നത് സഞ്ജു സാംസൺ ആണ്. ഏകദേശം 5 ഓവറോളം ബാക്കി കിടക്കുമ്പോഴാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് അവസരം വന്നത്. പക്ഷേ സംഘപരിവാർ മനസ്സുകൾ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്നതിനാൽ ഒരു കേരളീയനോട് കാണിച്ച അവഗണന എന്താണെന്ന് നമ്മൾ കണ്ടു. നേരത്തെ ദുബൈയെ ടോപ്പ് ഓർഡറിലേക്ക് പരീക്ഷിച്ചവർ പിന്നീട് സഞ്ജുവിനെ ഒഴിവാക്കിക്കൊണ്ട് അക്സർ പട്ടേൽ എന്ന ബൗളറെ ബാറ്റിംഗിൽ ടോപ്പ് ഓർഡറിലേക്ക് പരീക്ഷിക്കുകയാണ്. സഞ്ജു ഒരു ബാറ്റ്സ്മാൻ ആയിരിക്കുകയും ഒരു പവർ ഹിറ്റർ ആയിരിക്കുകയും അദ്ദേഹത്തെ അവഗണിച്ച ആ സന്ദർഭം ഒരു പ്ലെയറെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും അപമാനിക്കപ്പെട്ട സമയമാണെന്ന് പറയണം. പക്ഷെ ആ സന്ദർഭത്തിലും സഞ്ജു ചിരിക്കുന്നുണ്ടായിരുന്നു. കേരളത്തെ പല കാര്യങ്ങളിലും, അതും സാമ്പത്തികമായും വയനാട് ദുരന്തമുണ്ടായ സന്ദർഭങ്ങളിലെല്ലാം ഇതുപോലെ അവഗണിച്ച സന്ദർഭത്തിൽ ഈ നാട് അവരെ നോക്കി ചിരിച്ച അതേ നിഷ്കളങ്കതയോടുകൂടി സഞ്ജു ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ചിരിക്കുന്ന ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ്. അവഗണിക്കപ്പെടുന്നിടത്ത് ചിരിച്ചുകൊണ്ട് അത് ചെയ്യുന്നവരെ തോൽപ്പിക്കാനുള്ള ആ വിശാല ഹൃദയമുണ്ടല്ലോ, അത് തന്നെയാണ് ഈ നാടിപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നവന്മാരോട് ചെയ്യുന്നതും. സകല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് നമ്മെ അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് സഞ്ജു എന്താണോ അപമാനിക്കപ്പെടുന്നിടത്ത് നിന്ന് ചെയ്ത പ്രവൃത്തി അത് ഈ നാടും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനെ സംബന്ധിച്ച് സഞ്ജുവിന്റെ ഒരു പ്രതികരണം കൂടി നിങ്ങൾ കേൾക്കണം. Enough of the easy question. Now, one final question. Okay. You've got 3 T20 international hundreds. Yeah. All 3 coming at the opening position. Yeah, that's it. I thought it was a question. Yeah, so You didn't ask me the question. So, which is the position that you're most comfortable Yeah, with? to be very honest, I think recently our Laletan Mohanlal, you know, the cinema actor from Kerala, I think Yeah. he got a very big award from the country. Okay. I think, yeah. So I think he's an actor. I think he's acting from last 20, 30, 40 years for Kerala Okay, where movies. is this going now? Yeah. Okay. So I am also playing for my country from last 10 years. So I can't say that I only can do a hero role. I need to be a villain. I need to be a joker. I need to play around actually. I think you can't say that you have scored runs in opening and you are really good at the top 3. But I think let me try this also. No one can say that. Why can't I be a good villain also? I think so. Let's see how it goes. Well Hopefully done. Well done, Mohanlal. I'm sorry. Well done, Sanju Samson. Sanju Thank you. Mohanlal Samson. Okay. Thank you very much. Thanks. സഞ്ജു ആകാനും വേണം ഒരു മനസ്സ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ ആ പോസ്റ്റും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു കളിക്കാരോടും ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാര്യം ഇതിന് തൊട്ടു മുമ്പുള്ള മാച്ചിൽ അദ്ദേഹമാണ് 44 ബോളിൽ 54 റൺസ് അടിച്ച് ടോപ്പ് സ്കോറർ ആയത്. പഞ്ച് ഹിറ്റർ ആയിട്ടുള്ള വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ആ പൊസിഷനിൽ ഇറങ്ങി അറ്റാക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ടീമിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം ബൗളർമാർക്ക് പോലും സ്ഥാനക്കയറ്റം കൊടുത്തതിന് ശേഷം ഒരു അംഗീകൃത ബാറ്റ്സ്മാനായ വ്യക്തിയെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ അത് എന്തൊരു ഡീഗ്രേഡ് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് കേരളീയരോട് സംഘപരിവാറുകാർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് ഈ നാട് കാണേണ്ടിയിരിക്കുന്നു. സംഘിയാണോ? കേരളത്തോട് വല്ലാത്ത അതിർത്തിയുണ്ട്. കേരളീയർക്ക് കിട്ടുന്ന അവസരം വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയാൽ നമുക്കല്ലേ അതിന്റെ നാണക്കേട്. ഈ നിലയ്ക്ക് ഡീഗ്രേഡ് ചെയ്ത് ഇല്ലായ്മ ചെയ്യാനാണ് ഇവർ പരിശ്രമിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ മാച്ചിൽ കണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. ബംഗ്ലാദേശുമായിട്ടുള്ള നിർണായക മത്സരത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം ലഭിച്ചതിന് ശേഷം അവസാനത്തെ 10 ഓവറിൽ ഒരുപക്ഷെ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഫോമിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇന്ത്യക്ക് 10-30 റൺസ് കൂടി അധികം നേടാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ അവഗണനയും ചിരികൊണ്ട് നേരിട്ട ആ വിശാല മനസ്കതയെ അഭിനന്ദിക്കാതെ തരമില്ല. അത് തന്നെയാണ് സംഘപരിവാർ ഈ നാടിനോട് കാണിക്കുന്ന സകല പ്രവൃത്തിക്കും തിരിച്ചു കൊടുക്കുന്ന ആ നിഷ്കളങ്കമായ ചിരി എന്ന് പറയേണ്ടി വരികയാണ്.